എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 46 ഇന്ന് ആരംഭിക്കുന്നു. ഈ അധ്യായത്തില് ഭഗവാൻ ഉദ്ധവനെ ഗോകുലത്തിലേക്ക് അയച്ച് നന്ദഗോപരെ, യശോദ മുതലായവരെയും പിന്നെ ഗോപസ്ത്രീകളെയൊക്കെ സമാശ്വസിപ്പിച്ച സംഗതി പറയുകയാണ്. നന്ദഗോപരെയും മറ്റു ഗോപന്മാരെയൊക്കെ ഗോകുലത്തിലേക്ക് അയക്കുമ്പോൾ ഞങ്ങൾ ഉടനെ വരാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭഗവാന് പോവാൻ പറ്റിയില്ല. എത്രയോ കാലം കഴിഞ്ഞു അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മള് കൃഷ്ണൻ വരും, രാമൻ വരും എന്ന് വിചാരിച്ച് പറ്റിയില്ല പോവാൻ. അപ്പൊ പിന്നെ ഒരു കാര്യം തീർക്കുമ്പോ പിന്നെ വേറൊരു കാര്യം, അങ്ങനെ മധുരയില് ഇന്ന് അങ്ങോട്ട് പോവാൻ പറ്റണില്ല. അപ്പൊ ഇപ്പൊ പോവാൻ സാധിക്കില്ല എന്ന് ഭഗവാന് മനസ്സിലായി. അപ്പൊ അധിക ദിവസം തന്നെ കാണാത്തത് കൊണ്ട് അവർക്ക് ഇങ്ങനെ വല്ലാത്ത വ്യസനം കൂടി അവർക്ക് വല്ല ആപത്തുണ്ടാവുമോ എന്നൊക്കെ ഭഗവാന് തോന്നാൻ തുടങ്ങി. അതുകൊണ്ട് നന്ദഗോപരെ, അച്ഛനമ്മമാരെയും ഗോപികളെയും ഒക്കെ സമാധാനിപ്പിക്കാൻ ഒരാളെ അയക്കണം, വ്രതത്തിലേക്ക് പറഞ്ഞയക്കണം. അതിന് യോഗ്യൻ ഉദ്ധവൻ തന്നെ ആണെന്ന് ഭഗവാൻ അങ്ങോട്ട് നിശ്ചയിച്ചു. ഉദ്ധവന് എല്ലാ യോഗ്യതയുണ്ട്. വൃഷ്ണിവംശത്തില് ഉദ്ധവനെ പോലെ ഉദ്ധവ സദൃശനായിട്ട് മറ്റൊരാളില്ല. രാജനീതികളൊക്കെ വേണ്ട പോലെ അറിയാം. ഇതുപോലെ ഒരു മന്ത്രി വേറെ ആരുമില്ല. അതാണ് ഉദ്ധവനെ തന്നെ മന്ത്രിയാക്കിയിരിക്കുന്നത് ഭഗവാൻ. അപ്പൊ ഗോപികളോട് വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കാൻ പോകുന്ന ആള് ഭഗവാന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം. ഉദ്ധവൻ ഭഗവാന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. സാക്ഷാൽ ബൃഹസ്പതിയുടെ ഉത്തമ ശിഷ്യനും ബുദ്ധിമാനും ആണ്. അതുകൊണ്ട് വ്രജത്തിലേക്ക് അയക്കാൻ ഉദ്ധവൻ തന്നെയാണ് ഉത്തമൻ എന്ന് ഭഗവാൻ അങ്ങോട്ട് തീരുമാനിച്ചു. ഉത്സവം എന്ന വാക്കിന് ഉത്സവം എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഭഗവാനെ പിരിഞ്ഞിരിക്കുമ്പോ അവർക്ക് ഉത്സവം ഉണ്ടോ? വ്രജത്തില് പിന്നെ ഉത്സവം ഇല്ല അല്ലെ? വളരെ ദുഃഖിച്ചിരിക്കുകയാണ് അവര്. അപ്പൊ ഗോകുലത്തിലേക്ക് ഉത്സവം മൂർത്തി എടുത്തു വന്നതോ എന്ന് തോന്നാതൊക്കെ സകല യോഗ്യതകളും തികഞ്ഞ തന്റെ പ്രധാനമന്ത്രിയും ഇഷ്ടനുമായ ഉദ്ധവനെ തന്നെ അയച്ചിട്ട് ആ വ്രജവാസികളുടെ വിരഹ ദുഃഖം തീർക്കണമെന്ന് ഭഗവാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ഉദ്ധവൻ വ്രജത്തിലേക്ക് പോകുന്നു. അഥ ശ്രീമൽ ഭാഗവത ദശമസ്കന്ധ ഷട്ചത്വാരിംശോऽധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതേ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി. പ്രസീദ അച്യുത മാരുതേശ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗംഗണപതേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശുക ഉവാച. വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദൈതഃ സഖാ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്തമ. വൃഷ്ണികളുടെ ശ്രേഷ്ഠനും പ്രധാനമന്ത്രിയും ഭഗവാന്റെ കൃഷ്ണസ്യ ദൈത ഏറ്റവും പ്രിയപ്പെട്ട സഖാവായ സാക്ഷാൽ ബൃഹസ്പതിയുടെ ശിഷ്യനും ബുദ്ധിസത്തമനുമായ, ബുദ്ധിമാന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ ആണ് ഉദ്ധവൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഉദ്ധവോ ബുദ്ധിസത്തമായത്. അങ്ങനെയുള്ളതാ ആ ഉദ്ധവനെ ഗോകുലത്തിലേക്ക് ഭഗവാൻ പറഞ്ഞയക്കണം.
തമാഹ ഭഗവാൻ പ്രേഷ്ഠം ഭക്തം ഏകാന്തിനം ക്വചിത് ഗൃഹീത്വാ പാണിനാ പാണിം പ്രപന്നാർത്തിഹരോ ഹരി. ഭഗവാൻ പറയണം, ഗച്ഛോത്ഥവ വ്രജം സൗമ്യ പിത്രോർണൗ പ്രീതിമാവഹ ഭൂവീനാം മദ്വിയോഗാധിം മത്സന്ദേശേ വിഭൂചയ. പ്രപന്നാർത്തിഹര, ആശ്രയിച്ചവരുടെ ദുഃഖത്തെ തീർക്കുന്ന ആ ഭഗവാൻ ഒരു ദിവസം തന്നെ മാത്രം ആശ്രയിക്കുന്ന ആ ഭക്തനെ കൈകൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് ഐശ്വര്യപരിപൂർണനായ ഭഗവാൻ അദ്ദേഹത്തോട് പറയണം, ഹേ സാധുശീലനായ ഉദ്ധവ, വ്രജം സൗമ്യ എന്ന് വിളിക്കണം, അങ്ങ് ഗോകുലത്തിലേക്ക് പോയിട്ട് ഞങ്ങളുടെ അച്ഛനമ്മമാരായ ആ നന്ദഗോപരെയും യശോദയെയും സന്തോഷിപ്പിക്കണം. എന്നെങ്ങനെ പിരിഞ്ഞിരിക്കണത് കൊണ്ട് അവർക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. എനിക്ക് പോവാൻ പറ്റണില്ല ഉദ്ധവ, ഞാൻ വരാമെന്നൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ ഇവിടുന്ന് പോവാൻ പറ്റാത്ത സന്ദർഭമാണ്, ഉദ്ധവനെ അറിയാലോ എന്ന് പറയണം. പിന്നെ എന്നെ പിരിഞ്ഞിരിക്കണത് കൊണ്ട് ആ ഗോപികള് അവര് വല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നു. അവരെന്നെ അവരുടെ ശരീരത്തെ തന്നെ വെടിയോന്ന് എനിക്കൊരു ഭയമുണ്ട്. ആ ഗോപികള് അനുഭവിക്കുന്ന മനസ്സിന്റെ ആ വിഷമത്തെ ഞാൻ പറയുന്ന ഈ ഉപദേശങ്ങൾ അവരോട് പറഞ്ഞു അവരെ ശാന്തരാക്കണം. ഞാനൊരു സന്ദേശം ആ ഗോപസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തരാം, അത് പറഞ്ഞു കൊടുത്ത് അവരെ സാന്ത്വനിപ്പിക്കണം കേട്ടോ ഉദ്ധവ എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ഉദ്ധവനെ പറഞ്ഞേക്കുന്നത്. താ മന്മനസ്കാ മൽപ്രാണ മദർത്ഥേ ത്യക്തദൈഹികാഃ മാമേവ ദേദം പൃഷ്ഠം ആത്മാനം മനസാഗതാഃ യേ ത്യക്തലോകധർമാശ്ച മദർത്ഥേ താൻ വിപർമ്യഹം. അവരോട് പറയാൻ പ്രത്യേകം സന്ദേശവാക്യം പറയുന്നത് എന്തുകൊണ്ടാ എന്ന് ഭഗവാൻ കാരണസഹിതം പറയാണ്. സങ്കല്പാത്മകമായിരിക്കുന്ന അവരുടെ മനസ്സ് എന്നിൽ മാത്രം ഇരിക്കണു. ധർമാർത്ഥ കാമ മോക്ഷ പുരുഷാർത്ഥങ്ങളെ കുറിച്ചുള്ള ചിന്തകളൊന്നും യാതൊന്നും അവർക്കില്ല. എന്നെ തന്നെ അവര് പ്രാണനായി കരുതിയിരിക്കണു. അവര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ടോ അതെല്ലാം എന്റെ പ്രീതിക്കായി ഭവിക്കണേ എന്നാണ് അവർ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എന്തായി, അവരുടെ ദേഹപോഷണാദി കാര്യങ്ങളിൽ കൂടി അവർക്ക് ഒരു ശ്രദ്ധയില്ല. അവരുടെ മനസ്സാകെ പ്രിയതമനായ എന്നിൽ തന്നെയാണ്. എന്റെ പ്രീതിയെ മാത്രം കാര്യമായി കരുതിയിരിക്കുകയാണ് അവര്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ആ പതി പുത്രാദി ശുശ്രൂഷ ശ്രദ്ധയൊന്നും ഒക്കെ അവരിപ്പോ വെടിഞ്ഞിരിക്കണം. അവർക്ക് അതിലൊന്നും ഒരു ശ്രദ്ധയില്ല. എപ്പോഴും അവരുടെ മനസ്സ് എന്നിൽ മാത്രം. അതുകൊണ്ടാണ് ഉദ്ധവ അവരെ പ്രത്യേകം സമാശ്വസിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഞാൻ അവരെ മാത്രമല്ല, എന്നെ കുറിച്ചുള്ള പരമപ്രേമ നിമിത്തം ഇഹലോക സുഖചിന്തയെയും പരലോക ഭയാദി ചിന്തയെയും മുഴുവൻ ഉപേക്ഷിച്ച് എന്നെ തന്നെ ആരാശ്രയിക്കുന്നുവോ അവരെല്ലാം ഞാൻ ഭരിക്കുന്നുണ്ട്, അവരെല്ലാം ഞാൻ ചിന്തിക്കുന്നുണ്ട്, അവരെല്ലാം ആശ്വസിപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന സകല പുരുഷാർത്ഥങ്ങളും ഞാൻ സാധിപ്പിക്കും. എന്റെ ഹൃദയമധ്യത്തിൽ ഞാൻ അവരെ വഹിക്കും. ബ്രഹ്മാദികൾ കൂടി എന്നെ ധ്യാനിക്കും. എങ്കിലും എന്നെ നിരന്തരം ചിന്തിക്കുന്നവരെ ഞാൻ പ്രത്യേകം വിചാരിക്കും. ആ ഗോപസ്ത്രീകളെ പോലെ വേറൊരാളില്ല അത്രയും ഭക്തി അല്ലേ. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഭഗവാൻ അവർക്ക് ആ സന്ദേശം അയച്ച് ഉദ്ധവന്റെ കയ്യിൽ കൊടുത്തയച്ചിരിക്കുന്നത്. മയിതാ പ്രേയസാം പ്രേഷ്ഠേ ദൂരസ്ഥേ ഗോകുലസ്ത്രിയ സ്മരന്ത്യോംഗ വിമുഹ്യന്തി വിരഹൗൽക്കണ്ഠ്യ വിഹ്വല. അവര് ആ ഗോപസ്ത്രീകള് എനിക്ക് എന്തൊക്കെയോ ചെയ്താലാണ് പ്രീതി ഉണ്ടാവുക അത് മാത്രമേ അവര് ചെയ്യണുള്ളൂ. അപ്പൊ എന്തായാലും അവർക്ക് കുളിക്കലോ ജപിക്കലോ വേറൊന്നും അവർക്ക് ശ്രദ്ധയില്ല. അവരുടെ ഗൃഹജോലികളൊക്കെ അവര് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില സമയത്ത് അവർക്ക് അതും കൂടി ചെയ്യാൻ സാധിക്കണില്ല. അപ്പൊ ഞാനിങ്ങനെ ഇത്ര ദൂരസ്ഥനായിരിക്കുന്ന അവസരത്തില് എന്റെ വിരഹം നിമിത്തമുള്ള ഉത്കണ്ഠയാൽ സ്നാന ആസന ആദികൾ കൂടി നടത്താൻ അവര് അവശക്തകളാണ്. അവർക്ക് കുളിക്കണമെന്നോ ഭക്ഷണം കഴിക്കണമെന്നോ അതൊന്നും ഒരു ചിന്തയും അവർക്കില്ല. ഭഗവാന് മാത്രം, എന്നെ മാത്രമാണ് അവരുടെ മനസ്സിൽ. എന്നെ ഇടയ്ക്കൊന്ന് കണ്ടു എന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും. എനിക്കങ്ങനെ പോവാൻ പറ്റണില്ലല്ലോ ഉദ്ധവ. അവര് ഭക്ഷണം കഴിക്കാതെ അവരുടെ ശരീരമൊക്കെ മെലിഞ്ഞ് വല്ലാത്ത ദുഃഖത്തിലിരിക്കുകയാണ്. ആ ഗോപസ്ത്രീകളെ എന്നെ തന്നെ സ്മരിക്കുന്നവരായിട്ട് മോഹാലസ്യം പ്രാപിക്കണം. ഇടയ്ക്കിടയ്ക്ക് അവര് മോഹാലസ്യപ്പെട്ട് വീഴണം. എന്റെ ഏറ്റവും സുഹൃത്തായിരിക്കുന്ന ആത്മസദൃശനായിരിക്കുന്ന അങ്ങയോട് പരമരഹസ്യമായ ഈ സംഗതി പറയാമല്ലോ. അതുകൊണ്ടാണ് അത് ഉദ്ധവനോട് മാത്രമേ ഭഗവാൻ അത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാന് ഉദ്ധവനെ തന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. ധാരയന്തി അതികൃച്ഛ്രേണ പ്രായ പ്രാണാൻ കഥഞ്ചന
പ്രത്യാഗമന സന്ദേശേ വല്ലവ്യോ മേ മദാത്മിക. വ്രജസ്ത്രീകളുടെ ദേഹം അവിടെയും ആത്മാവ് എന്നിലും ഇരിക്കുന്നു. അവരുടെ ദേഹത്തിൽ തന്നെയാണ് ആത്മാവ് ഇരിക്കുന്നതെങ്കിൽ ആ വിരഹ ദുഃഖ അതിന്റെ വേഗം സഹിക്കാൻ കഴിയാതെ ആത്മാവ് കൂടി നശിച്ചു പോകുമായിരുന്നു. ആത്മാവ് ഇവിടെ ആയതുകൊണ്ടാണ് അവര് മരിച്ചു പോവാത്തതെന്ന്. എന്റെ പരമപ്രീതി വിഷയീഭൂതകളായ ആ ഗോപികളെ പിരിഞ്ഞ് ഞാൻ വരുമ്പോ ഉടനെ നിങ്ങളുടെ അരികത്ത് ഞാൻ മടങ്ങി വരും എന്നുള്ള വാക്കുകള് പല പ്രാവശ്യം പല വിധത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആലോചിച്ചുകൊണ്ട് വളരെ വിഷമത്തോടെ അവരിൽ ചിലര് പ്രാണധാരണം ചെയ്യുന്നുണ്ടായിരിക്കും. അത് വരും, എന്റെ പ്രാണനാഥൻ വരും കൃഷ്ണൻ എന്ന് വിചാരിച്ചിട്ടാണ് അവര് പ്രാണനോടുകൂടി ജീവനോടുകൂടി ഇരിക്കണത് തന്നെ. അതുകൊണ്ടാണ് ചിലര് ഇപ്പൊ തന്നെ മൃതകളായിരിക്കുമോ എന്നും കൂടി എനിക്ക് ശങ്കയുണ്ടെന്ന്. അതാണ് ഭഗവാന് വേഗം ഉദ്ധവനെ പറഞ്ഞേക്കുന്നത്. ഇനി ഞാൻ ഉടനെ പോകാഞ്ഞാല് അവരെല്ലാവരും നാമാവശേഷകളായി ഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ ചെന്ന് അവരെ സമാധാനിപ്പിക്കും ഉദ്ധവ എന്ന് പറഞ്ഞതാ ഉദ്ധവനെ പറഞ്ഞേക്കണം. ഉദ്ധവൻ അത് കേട്ടിട്ട് ആ സന്ദേശം കൊണ്ട് ഗോകുലത്തിലേക്ക് പുറപ്പെടുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.